സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ അവസാന ദിനമാണ് 31/3/2017. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായതിനാൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ബാങ്കുകളും അവധിയുമാണ്. ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ദിവസം ബാങ്കുകൾ തുറക്കുമ്പോൾ SBT ശാഖകളെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖകളായി മാറിയിട്ടുണ്ടാവും. ലയനം ഒരു തരത്തിലും ഇടപാടുകാരെ ബാധിക്കില്ലെന്ന് SBI അറിയിച്ചിട്ടുണ്ട്. SBI മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്വാല എന്നീ 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകളും SBIയുടെ അതേ സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും അറിയിപ്പുണ്ട്. തൽക്കാലം ബാങ്ക് ശാഖകളുടെ ബോർഡിൽ മാത്രമേ കാര്യമായ മാറ്റം വരികയുള്ളൂ. ഉടൻ ബാങ്ക് ശാഖകൾ ഒന്നും അടച്ചുപൂട്ടില്ല എങ്കിലും SBTക്കും SBIക്കും ഒരേ സ്ഥലത്ത് ശാഖകളുള്ള സ്ഥലങ്ങളിൽ പിന്നീട് ചെറിയ മാറ്റം വന്നേക്കാം. ഒരു SBT ശാഖകളുടെയും ഇപ്പോഴത്തെ IFSC കോഡുകൾക്ക് മാറ്റം വരില്ല. ഇനി പാസ്ബുക്ക്, ATM കാർഡ് എന്നിവയുടെ അവസ്ഥ നോക്കാം. SBT ഉപഭോക്താക്കൾക്ക് ഇപ്പോഴത്തെ പാസ്ബുക്ക് തന്നെ അടുത്ത 3 മാസത്തേക്കും ഉപയോഗിക്കാം. ജൂണിന് മുമ്പായി നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും പുതിയ പാസ്ബുക്കുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അസോസിയേറ്റ് ബാങ്കുകളുടെയും ATM കാർഡുകൾ ഒരേപോലെ തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ട ഏത് ATMലും ഇവ അധിക ചാർജില്ലാതെ ഉപയോഗിക്കാനും കഴിയും. ഇനിയും ഇത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. SBT ശാഖകളിൽ നിന്നുള്ള അക്കൗണ്ടിനൊപ്പം നിങ്ങൾക്ക് കിട്ടിയ ATM കാർഡുകളും തുടർന്നും തടസ്സങ്ങളില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. കാർഡുകൾ ഭാവിയിൽ മാറ്റി നൽകാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ബാങ്ക് വൃത്തങ്ങൾ നൽകിയിട്ടില്ല. ചെക്ക് ബുക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ചെക്ക് ബുക്കുകൾ 3 മാസത്തേക്ക് ഉപയോഗിക്കാമെന്നും അറിയിപ്പുണ്ട്. പണത്തിന് പകരമായി SBTയുടെ ചെക്കുകൾ എവിടെ നിന്നെങ്കിലും ലഭിച്ചവരും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നർത്ഥം. നിങ്ങൾക്ക് അത് SBI ശാഖയിൽ നിന്നും 3 മാസത്തിനുള്ളിൽ പണമാക്കാൻ സാധിക്കും. ലയന നടപടികൾ പൂർത്തിയാക്കുന്നതോടെ SBTയുടെ ചെക്ക് ബുക്കുകൾ SBI മാറ്റി നൽകുകയും ചെയ്യും. അതിനുള്ള അറിയിപ്പുകൾ ബാങ്കുകളിൽ നിന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും താമസിയാതെ ലഭിക്കുന്നതാണ്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അസോസിയേറ്റ് ബാങ്കുകളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ ഏപ്രിൽ 1 മുതൽ SBIയുടെ നെറ്റ് ബാങ്കിംഗ് സൈറ്റ് വഴിയാണ് നടത്തേണ്ടത്. അതിനായി www.onlinesbi.com എന്നാണ് SBI നെറ്റ് ബാങ്കിംഗ് സൈറ്റിന്റെ അഡ്രസ്. വ്യത്യസ്ത സൈറ്റുകൾ ആയിരുന്നെങ്കിലും നേരത്തെ തന്നെ ഒരേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നതിനാൽ ഈ ബാങ്കുകളൊന്നും ഒരേ യൂസർ നെയിം ഉപയോഗിച്ച് ഒന്നിലധികം ഉപഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് വെബ്സൈറ്റ് മാറും എന്നതല്ലാതെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. SBIയുടെയും SBTയുടെയും നെറ്റ് ബാങ്കിംഗ് സൈറ്റുകൾ ഒരേ തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഉപഭോക്താക്കൾക്കും വലിയ പ്രയാസമുണ്ടാകില്ല. SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ് SBTയും ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഇതിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ബാങ്കിംഗ് നടത്തുന്ന ഉപഭോക്താക്കൾക്കും കാര്യമായ പ്രശ്നങ്ങൾ വരില്ല എന്ന് സാരം.